സഡൻ ഡെത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് കാരണം പറയാൻ പറ്റത്തില്ല. ബേസിക്കലി നമ്മുടെ ഹാർട്ടിന്റെ പമ്പിങ് പെട്ടെന്ന് നിന്ന് പോകുന്നതിന്റെ ഒരു രീതിയാണ് സഡൻ ഡെത്ത് വരുന്നത്. ഇതിന്റെ ബേസിക് ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ ടു മച്ച് സ്ട്രെസ് വിത്ത് സ്ലീപ്പ് ഡിപ്രിവേഷൻ. അതാണ് അതിന്റെ ഒരു മേജർ കാരണം. നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളിപ്പം ജോലിയുടെ സ്ട്രെസ് മാത്രമല്ല, ചില ആൾക്കാർ ഫിറ്റ്നസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഒരു ഓവർ എക്സസൈസ് ചെയ്യും, മണിക്കൂറോളം എക്സസൈസ് ചെയ്യും, ഉറങ്ങത്തില്ല. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ 100% ഉറങ്ങിയിരിക്കണം. 8 മണിക്കൂർ ഉറക്കം ഗ്യാരണ്ടി ചെയ്യാതെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ഉറക്കം കോംപ്രമൈസ് ചെയ്ത് പോയി എക്സസൈസ് ചെയ്യുന്നത്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമ്മുടെ ഫുഡ്, പ്രോപ്പർ ഫുഡ്, നമ്മുടെ സ്ലീപ്പ്, ഇത് രണ്ടും ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിന് ശേഷമേ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് വരത്തുള്ളൂ. പലരും അതിന് ഫുഡും സ്ലീപ്പ് എല്ലാം ഇഗ്നോർ ചെയ്തിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത്. അത് തെറ്റായ കാര്യമാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ അന്ന് എക്സസൈസ് ചെയ്യാൻ പാടില്ല. അതാണ് അതിന്റെ റൂള്. പക്ഷെ അത് പലരും അത് ഇങ്ങനത്തെ ഒരു പോയിന്റിൽ അവർ സ്ട്രെസ് ചെയ്യത്തില്ല. സെലിബ്രിറ്റീസിനെല്ലാം പറ്റുന്നതാണ്. അവരുടെ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉറക്കമൊന്നുമില്ല, 4 മണി വരെ ഷൂട്ടിങ്, 5 മണിക്ക് എഴുന്നേറ്റ് പോയി ജിമ്മിൽ പോയി ചെയ്യുന്നത്. ശരിക്കും അതൊക്കെ ലോങ് ടേമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പല ഹൈ എക്സിക്യൂട്ടീവ്സും സെലിബ്രിറ്റീസും എല്ലാം സഡൻ ഡെത്തിലേക്ക് പോകുന്നതിന്റെ ഒരു മേജർ കാരണം വെച്ചാൽ ബോഡിക്ക് പറ്റുന്നില്ല, കൂടുതൽ സ്ട്രെസ് വരുന്നുണ്ട്. സ്ട്രെസ് വരുമ്പോൾ കോർട്ടിസോൾ ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടും, അഡ്രിനൽ ഹോർമോൺ ഭയങ്കരമായിട്ട് കൂടും. ഇതിങ്ങനെ ഹാർട്ടിന് ഭയങ്കര സ്ട്രെസ് കൊടുക്കും, ഈ വെസൽസിനെയൊക്കെ ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ചെയ്യിപ്പിക്കും. പെട്ടെന്ന് അറ്റാക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്.